പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പി എം ശ്രീയുടെ പേരിൽ ഹാലളകിയ മുസ്ലിം ലീഗിനും പി എം ശ്രീയെ ചവറ്റുകൊട്ടയിലെറിയുമെന്ന് പറഞ്ഞ കെ എം ഷാജിക്കും അവർ അധികാരത്തിലെത്തിയപ്പോൾ മന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ പി എം ശ്രീ ഹലാലായി. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞത് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെ ജനങ്ങളോട് പുളുവടിച്ചു വാങ്ങിയതാണ് വോട്ടും ഭരണവും എന്നാണ് ഇപ്പൊ ഷാജി പറയുന്നത്. പി എം ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഞാൻ പ്രതിപക്ഷത്തിൽ ഇരുന്ന് നടത്തിയ പ്രസംഗം ഒരു മന്ത്രിയായിട്ട് എനിക്ക് ഭരണപക്ഷത്തിൽ നടത്താൻ പറ്റും? സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ? അങ്ങനെ കുറെ പ്രസംഗങ്ങളും അങ്ങനെ കുറെ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പാലം കടന്നല്ലോ, ഇനി കൂരായണ. അതാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും പി എം ശ്രീയിൽ ഒപ്പിട്ട് ഫണ്ട് വാങ്ങിയ കോൺഗ്രസിനും മേനോൻ സതീഷിനും പക്ഷേ കേരളത്തിലെ പി എം ശ്രീയോട് കലിപ്പായിരുന്നു. അധികാരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ അവർക്കും ആ കലിപ്പങ്ങ് തീർന്നു. തത്വത്തിൽ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു മന്ത്രിസഭ. ഇവരെ നമ്പി വോട്ട് കൊടുത്ത ജനങ്ങൾ ഇപ്പോൾ ആരായി? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചയിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയം പറഞ്ഞ് ചൊറിയാൻ വന്ന കോൺഗ്രസിന്റെ ജിൻഡോ ജോണിനും അങ്ങാടി തോറ്റവിന് അമ്മയോട് എന്ന പോലെ സഭ്യത വിട്ട് സംസാരിച്ച ലീഗിന്റെ പകുതി ഷിബു മീരാനും കണക്കിന് കൊടുക്കുന്നുണ്ട് സഖാവ് ജെയ്ക് സി തോമസ്. പിണറായി വിജയൻ 10-ാം തീയതി 2025 ഒക്ടോബർ മാസം 10-ാം തീയതി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം 6 ദിവസത്തിന് ശേഷമാണ് ഇത് ഒപ്പിട്ടത്. നരേന്ദ്രമോദിയെ അമിത്ഷായും വി ഡി സതീശൻ കണ്ടിട്ട് ഇപ്പൊ 20 ദിവസമായോ? അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അവർ പറഞ്ഞോട്ടെ. പിണറായി വിജയൻ അമിത്ഷായെയും പിന്നെ അദ്ദേഹത്തെയും കണ്ട് നരേന്ദ്രമോദിയും കണ്ടു വന്നതിന് ശേഷം ഒപ്പിട്ടാലും വി ഡി സതീശൻ രണ്ടുപേരെയും കണ്ടു വന്ന് ഒപ്പിട്ടാലും രണ്ടും ഒന്നല്ലേ? അല്ലല്ല, വി ഡി സതീശന്റെ മകളെ മറ്റേ മാസപ്പടി വാങ്ങിയ കേസിൽ ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നില്ല. അതുകൊണ്ട് വി ഡി സതീശൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയന്റെ മകൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഞാൻ തിരികെ ചോദിക്കട്ടെ. മംഗലാപുരത്ത് അദാനിയുടെ എച്ചിലിട്ട കാശും വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചാളയും ചോറും തിന്ന പാരമ്പര്യം ആരുടേതാണ്? അതിനെ സംബന്ധിച്ച് പറയാൻ ഇതുണ്ടോ? ഇ ഡി എന്ന പേര് കേട്ടുമ്പോ കരഞ്ഞുകൊണ്ട് പോയി ബി ജെ പിയിൽ ചേർന്ന അശോക് ചൗഹാൻ പറഞ്ഞത് ഈ ചർച്ച ചെയ്തിരിക്കുന്ന കോൺഗ്രസ് നേതാവല്ല, ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റാണ്. എന്തുകൊണ്ട് അശോക് ചൗഹാൻ ബി ജെ പി പോയി? അത് ഇ ഡി വീട്ടിൽ വന്നപ്പോ എനിക്ക് നിവർത്തിയില്ല, കരഞ്ഞു നിലവിളിച്ച് ബി ജെ പി പോയി. ആ ഡി എൻ എ ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ ഇല്ല. സി ബി ഐയും പലതും വന്നു. ഏതെങ്കിലും 10 കോൺഗ്രസുകാരെ കാണിച്ചു തരാമോ? അതിനു മുമ്പിൽ കീഴടങ്ങാത്ത രാഷ്ട്രീയ നിസ്തേജമുള്ള ആളുകളായിട്ട് എവിടെയുമില്ല. മരുന്നിന് പോലും വരണമില്ല. അതാണ് ഇ ഡി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും ഇ ഡി സി പി എംകാരുടെ വീട്ടിൽ വരുമ്പോഴുള്ള വ്യത്യാസം. അതാണ് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ആർ എസ് എസിന്റെ ആഫീസിൽ പോയി ക്യൂ നിൽക്കില്ല. ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലഴയില്ല. ആ സ്കെയിലെടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ ഇളക്കാൻ ദയവായി അങ്ങ് വരണ്ട. യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം അധികാരത്തിലെത്തിയത് യു ഡി എഫിലെ പാർട്ടികളുടെ അണികൾ മാത്രം വോട്ട് ചെയ്തിട്ടല്ലോ. കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ അധികാരത്തിലേറ്റിട്ടുള്ളത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന എത്രയോ ജനവിഭാഗങ്ങളുണ്ട്. ഇപ്പോ ഈ 1000 കോടിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 1000 കോടിയുടെ കാര്യം നേരത്തെ ശിവൻകുട്ടി പറഞ്ഞപ്പോ എന്താ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്? അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള പണം നമുക്ക് വേണ്ടെന്നാണ്. വി ഡി സതീശന്റെ ബൈറ്റ് ഞാൻ നേരത്തെ കേൾപ്പിച്ചിട്ടില്ലേ? സറണ്ടർ ചെയ്തിട്ടുള്ള പണം വേണ്ട എന്ന് അന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മാറ്റുമ്പോൾ അത് യൂട്ടേൺ അല്ലേ? നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജനസമൂഹങ്ങളെ, ജനവിഭാഗങ്ങളെ, നിങ്ങളെ പിന്തുണച്ച ആളുകളെ ബോധ്യപ്പെടുത്തുമോ ഇത്? അഭിലാഷ്, MOU ഒപ്പുവെച്ചതിന്റെ പേരിൽ അത് ഓണായിട്ട് നിങ്ങൾ ചില പശ്ചാത്തലങ്ങൾ നിങ്ങൾ വല്ലാതെ മാറ്റിവെക്കുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്, ഈ സമിതി യോഗം ചേരും, അത് പരിശോധിക്കും. ഈ അപകടത്തിൽ നിന്ന് കേരളത്തെ പുറത്തു കൊണ്ടുവരാൻ എന്ത് വേണം? ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളുടെ ആഗ്രഹമല്ല. ജിൻഡോ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ്. സർക്കാരിന്റെ തീരുമാനം എന്നാണ്. അപ്പൊ അങ്ങേക്ക് ശരിയാണ്, ഇത് വിഡ്രോ ചെയ്യണം എന്നൊരു തീരുമാനം മന്ത്രിസഭാ സമിതിയിൽ ഉണ്ടാവണമെന്ന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സർക്കാരിന്റെ തീരുമാനം മറ്റൊന്നല്ലേ? ഇത് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഷിബു മീരാൻ അറബിക്കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSുമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ അണികൾ RSS ആരുടെ ഈ NEP-യുടെ അടിയിൽ ആ താമ്രപത്രത്തിൽ ഒപ്പിടാൻ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? അതിന് താഴെ ഒപ്പിട്ടത് ഞങ്ങളല്ല. ഉളുപ്പ് വേണമെന്ന് പറയില്ല ഒപ്പിട്ടവരെ കുറിച്ച്. ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണറ്റില് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച യോഗ്യത പോലും ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഗിരിപ്രഭാഷണം നടത്തിയ ആളുടെ നേതാവാണ്. അങ്ങാടിയിൽ വെച്ച് മുണ്ടഴിഞ്ഞു വീണതിന്റെ ജാള്യത മറയ്ക്കാൻ ഇവിടെ വന്നിരുന്ന് ചിലക്കുന്ന ആൾക്ക് രാഷ്ട്രീയ മറുപടി മാത്രമേ ഉള്ളൂ. ലീഗിന്റെ പ്രതിനിധി രാഷ്ട്രീയമായി നല്ല സംവാദം നമ്മൾ നടത്തി, നല്ല ശക്തിയുക്തമായി വാദങ്ങൾ ഉന്നയിച്ചു, അഗ്രസീവായി നമ്മൾ ഏറ്റുമുട്ടി ഇല്ലേ? കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ ഏറ്റുമുട്ടി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ലീഗിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. BJP-യുടെ പ്രതിനിധി വന്നിരുന്ന് ചെലക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ലീഗിന്റെ പ്രതിനിധി അത് പറഞ്ഞു. മര്യാദ എന്ത് എന്നുള്ളത് അങ്ങ് സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നവന്റെ യോഗ്യതയെങ്കിലും വേണമെന്നുള്ളത്. ആ വെള്ളമെടുത്ത് കുടിച്ചവന്റെ പറമ്പിൽ ജീവിച്ചാലെങ്കിലും ഒരു ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കണം, ഏതുതരം പ്രയോഗം നടത്തണമെന്ന് അങ്ങേക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ അങ്ങേക്കും അങ്ങയുടെ ആഫീസിൽ ഇരിക്കുന്നവർക്കും ബോധ്യമാകാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങ് സൂചിപ്പിച്ച അങ്ങയുടെ വീടിന് അടുത്തെങ്കിലും ഉളുപ്പുള്ളവന്റെ വളപ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച ആളുടെ പറമ്പിലെങ്കിലും പോയി ജീവിക്കുമ്പോൾ ചോദിക്കണം എങ്ങനെയാ ഒരു ചർച്ചയിൽ സംവദിക്കേണ്ടത്. രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോ വ്യക്തിപരമായ ആക്ഷേപമല്ല നമ്മളാരും സ്വീകരിക്കേണ്ടത്. ശ്രീ ജെയ്ക് സി തോമസ്, അത്ഭുതകരമായ
ശീർഷാസന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ജാതീയതയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ഒരു ചൊല്ലുണ്ട്, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് പറഞ്ഞതുപോലെ ഇത് സംഘപരിവാർ വൽക്കരണം എന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇപ്പോ UDF തൊട്ട് PM ശ്രീ ശുദ്ധമായ ഒരു PM ശ്രീയായി, മതനിരപേക്ഷ PM ശ്രീയായി മാറിപ്പോയതായിരിക്കും. സംശയമിതുമില്ല. കേരളത്തിൽ അല്പകാലങ്ങൾക്കിടയിൽ വന്ന വാർത്താവിന്യാസങ്ങൾ, സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ, ഈ പ്രതികരണങ്ങളൊക്കെ അല്പമെങ്കിലും ഓർമ്മക്കുറവില്ലാതെ ഓർക്കുന്ന മുഴുവൻ മലയാളികൾക്ക് മുമ്പിൽ അങ്ങ് സൂചിപ്പിച്ച തരം ചോദ്യങ്ങൾ, സംശയങ്ങൾ അവ ന്യായമായും പ്രബലമായും ഉയരുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ, ഒരു മാസത്തിന്റെയൊക്കെ ആയുസ് എത്തുന്നതേ ഉള്ളൂ. ഈ സമയത്തിനകം എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ രാഷ്ട്രീയമായ പക്വതയുടെ അല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കാൻ, ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തി ചോദ്യശരങ്ങൾ ചെയ്തുകൊണ്ട് സർക്കാരിനെ വിലയിരുത്താൻ നിങ്ങൾക്കെന്ന അവകാശം എന്നുള്ള ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രത്യേകത എന്താണ്? നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തെ വലിയ സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയും സംഘവും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് കഴിഞ്ഞൊരു മാസക്കാലം മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന UDF അത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതൊരു യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഉൾട്ടാ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. കാരണം എന്താണ്? അത് എന്റെ ഒരു ആക്ഷേപമല്ല, അല്ലെങ്കിൽ എന്റെ ഒരു പരിഹാസമല്ല. കാരണം അധികാരത്തിൽ വന്ന ഓരോ ക്യാബിനറ്റ് കൂടുമ്പോഴും, ആഴ്ചയിൽ സാധാരണഗതിയിൽ ബുധനാഴ്ചയാണ് ഓരോ ക്യാബിനറ്റ് വരുന്നത്, ഒരു ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു നമ്മുടെ റവന്യൂ വകുപ്പിന്റെയോ മറ്റു ചുമതലയുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പഴയ KPCC പ്രസിഡന്റ്, ഇപ്പോഴും KPCC പ്രസിഡന്റ് ആണെന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരൻ, അവരെയൊക്കെ വിളിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള രാഷ്ട്രീയ മാന്യത വെച്ചിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഞാൻ ആ സ്കൂളിൽ നല്ല രാഷ്ട്രീയം പഠിച്ചതുകൊണ്ട് ആ പ്രയോഗമൊന്നും ഞാൻ തിരിച്ചെടുത്ത് വെക്കുന്നില്ല. എന്തായാലും ബഹുമാനിയായ ഭാര്യ സഹോദരനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് ഉൾട്ടയടിച്ചു. UDF നേതാക്കന്മാരുടെ വാക്കുകൾ എടുത്താൽ വിക്കറ്റ് നമ്പർ 1 വീണു. രണ്ടാമത്തെ ക്യാബിനറ്റ് ഇതേവരെ ഇല്ലാത്ത ഗതിയിൽ സ്പെഷ്യൽ പ്ലീഡറെ ദേവസ്വം വകുപ്പിന് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരാണ് ദേവസ്വം ബോർഡിന് വേണ്ടി തീരുമാനിപ്പിക്കപ്പെട്ട സ്പെഷ്യൽ പ്ലീഡർ? ആ സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച അമ്പലക്കള്ളന്മാർ, അമ്പലക്കള്ളന്റെ വക്കാലത്തെടുത്ത അഭിഭാഷകനെ കോൺഗ്രസുകാർ കണ്ടെത്തി അമ്പലത്തിന്റെ വക്കാലത്ത് ഏൽപ്പിച്ചു. ഇല്ലേ? ശക്തമായ ജനകീയ സമ്മർദ്ദം, പ്രതിഷേധം ഉയർന്നു വന്നു. അമ്പലക്കള്ളന്റെ വക്കീലിനെ അമ്പലത്തിന്റെ വക്കീലാക്കിയ കോൺഗ്രസുകാരുടെ കടപ്പാട് ആരോടാണ്? മംഗലാപുരം സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു. ആര്യാടൻ പോലും കണ്ടിട്ടില്ലാത്ത ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കോടാനുകോടി വിലമതിക്കുന്ന കാറിൽ പോയതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴോ ഉൾട്ടാ നമ്പർ 2, യൂട്ടേൺ നമ്പർ 2 ഉണ്ടായി. എന്ത് ചെയ്തു? അമ്പലക്കള്ളന്റെ വക്കീലിനെ താൽക്കാലികമായെങ്കിലും കോൺഗ്രസുകാർ, നമ്മുടെ UDF-കാർ കൈയൊഴിഞ്ഞു. മൂന്നാമത്തെ ഉൾട്ട ഇവിടെ എത്തിയിരിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷക സമൂഹം PM ശ്രീ എങ്ങനെ ഇവർ കണ്ടെത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത്ഭുതം. കാരണം എന്താണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി അത് അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സഹയാത്രികൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, ലീഗിന്റെ പ്രതിനിധിയായിട്ട്. മറ്റൊരു നേതാവ്, UDF-ന്റെ നേതാക്കന്മാർ പറഞ്ഞത് BJP-യുമായിട്ടുള്ള ഡീലിനെ തുടർന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന്റെ ഹൃദയം തകർക്കുമെന്നുള്ളതാണ്. കോൺഗ്രസുകാർ ഹൃദയം തകർത്ത, തദ്ദേശ മന്ത്രി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയ BJP ബാന്ധവത്തിന്റെ രജതരേഖയായി കോൺഗ്രസും UDF-ഉം കൊട്ടിഘോഷിച്ച ഈ PM ശ്രീ ഇപ്പോ ഒരു വിശുദ്ധ PM ശ്രീയാണ്. ലീഗിന്റെ പ്രതിനിധി സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, ഏത് സ്കൂബ ഡൈവിംഗ് സംഘത്തെ, ലീഗിന്റെ മറ്റേ വൈറ്റ് വാളണ്ടിയർ സേനയോ അങ്ങനെ മറ്റോ ഉണ്ടല്ലോ, ഏത് വാളണ്ടിയർ സേനയെ അയച്ചിട്ടാണ് നിങ്ങളുടെ തദ്ദേശ മന്ത്രി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തിയ RSS ബാന്ധവത്തിന്റെ രജതരേഖയായി PM ശ്രീയെ ഇപ്പൊ നിങ്ങളെടുത്ത് എങ്ങനെ തപ്പിയെടുത്തു? ലീഗിന്റെ പ്രതിനിധി സമയം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പ്രതിനിധിക്കും പറയാം, നിങ്ങൾ ചവിട്ടിത്താഴ്ത്തിയതാണ്, നിങ്ങൾ ഹൃദയം തകർത്തില്ലാതാക്കിയതാണ്. ഹൃദയം തകർത്തില്ലാതാക്കിയ PM ശ്രീയുടെ ഹൃദയം നിങ്ങൾ ഏത് ശസ്ത്രക്രിയ ഉപയോഗിച്ചിട്ടാണ് ജീവൻ വെപ്പിച്ച് തിരികെ കൊണ്ടുവന്നത്? ആ ശസ്ത്രക്രിയയുടെ കരുത്ത് ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലെറിഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണോ അതിന് നേതൃത്വം നൽകിയത്? കോൺഗ്രസ് പ്രതിനിധി സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. ശിവൻകുട്ടി പറഞ്ഞ ഒരു വാചകം, നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് വരെയും സഹായം മുടങ്ങാണ്. അപ്പൊ അവിടുന്ന് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകളെയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും സഹായിക്കാം. അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ നമുക്കറിയാം, അത് ഇവിടെ പറഞ്ഞതുപോലെ അബയൻസിൽ വെക്കേണ്ടി വന്നു. ഇപ്പോ UDF കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഫണ്ട് കിട്ടണം എന്ന താല്പര്യത്താൽ അത് ഇട്ട ആ സംഗതി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അല്ല, അത് പ്രസക്തമായ ചോദ്യമാണ്, അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒപ്പിടുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നം PM ശ്രീ സ്കൂളുകൾ നടപ്പിലാക്കി വിരലിലെണ്ണാവുന്ന ഏതാനും ചില ഡിജിറ്റൽ ക്ലാസ് മുറികൾ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ല നമ്മളുടെ മുമ്പിൽ. കാരണം എന്താണ്? കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ 10,000 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപത്തെ തുടർന്ന്
അന്തർദേശീയ നിലവാരത്തിലേക്ക് ശിരസ്സുയർത്തപ്പെട്ട സർക്കാർ സ്കൂളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ നീക്കി ബാക്കി. ലീഗും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിന്റെ പ്രത്യേകതകളാണ്. ഞാൻ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്ത് എന്ന് ഇവിടെ ഇരിക്കുന്ന ലീഗിന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഓണം നേരത്തെ വന്നുകൊണ്ടാണ്, ഇല്ല കളി മാറിയേനെ എന്ന് പറഞ്ഞ അത്ഭുതകരമായ രാഷ്ട്രീയ സംഭാവനകൾ ലീഗും കോൺഗ്രസും നൽകിയ കാലമുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു. അന്നത്തെ ഞങ്ങളൊരു സമരം ഒറ്റവാചകത്തിൽ പറയാം. മലാപ്പറമ്പ് സ്കൂളിന് മുമ്പിലുണ്ടായിരുന്ന സമരത്തിന്റെ പ്രത്യേകത, സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ബുൾഡോസർ ഉപയോഗിച്ച് സ്കൂൾ ഇടിച്ചു നിരത്തി. യോഗിയുടെ യുപിയിലല്ല, നമ്മുടെ ഹിറ്റ്ലർ ആരാധകനായ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിലല്ല, ഈ കേരളത്തിൽ ലീഗും കോൺഗ്രസും സമഞ്ജസമായി വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നം എന്തായിരുന്നു? സമരമൊഴിഞ്ഞ രാത്രികളുടെ മറവിൽ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. കുട്ടികൾ പേടിച്ച് ജീവനം കൊണ്ട് ഓടി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്. അത് തിരുത്തി എഴുതി. എങ്ങനെ തിരുത്തി എഴുതി? ഒരാളുടെയും ആശീർവാദവും ആനുകൂല്യവും ഇല്ലാതെ കേരളം പടുത്തുയർത്തിയ കരുത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറി. ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കപ്പെട്ടു. AI റോബോട്ടുകൾ മുതൽ ഡിജിറ്റൽ ക്ലാസ് മുറികൾ വരെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോഴോ സമീപ ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ സ്കൂളിൽ നിന്ന് TC വാങ്ങി കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചേർന്നു. ആയിരക്കണക്കിന് അധ്യാപകർക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടു. ജോലി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിട്ടി, ഇല്ലേ? പക്ഷെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം PM3A എന്ന കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് തറവാട്ടു സ്വത്ത് പോലെ ജനങ്ങളുടെ നികുതി പണം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അതിൽ പരിമിതികൾ നേരിട്ടു. അവിടെയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളടക്കം സർവശിക്ഷ അഭിയാന്റെ ഭാഗമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന SSKയുടെ ആയിരക്കണക്കിന് കോടി രൂപ യൂണിയൻ ഗവൺമെന്റിന്റെ താൽക്കാലിക രാഷ്ട്രീയ അധികാരത്തിന്റെ മറവിൽ RSS പിടിച്ചുവെച്ചു. ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒപ്പിടേണ്ടതായി വന്നത്. പിന്നീട് LDFന്റെ രാഷ്ട്രീയ തീരുമാനവും പൊതുജന സമ്മർദ്ദവും ഉയർന്നു വന്നപ്പോൾ ആ ഒപ്പിട്ടതിൽ നിന്ന് പിൻവാങ്ങി, ഇല്ലേ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കത്തിലെ പ്രസക്തമായ വാചകം എല്ലാവരും കോട്ട് ചെയ്തു, ഇല്ലേ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ MOU ഇൻ അബയൻസ്, അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ചില പ്രതികരണങ്ങൾ കേട്ടല്ലോ. അന്ന് ഇടതുപക്ഷം കാണിച്ച മരവിപ്പിച്ചു എന്നെങ്കിലും പറയാൻ, കെപ്റ്റിൻ അബയൻസ് എന്തെങ്കിലും പറയാനുള്ള നട്ടലിന്റെ വലിപ്പം ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലീഗുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുകയും മണ്ണിൽ കുഴിച്ചു മൂടുകയും ചെയ്യുമെന്ന് മാറി മാറി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്ന് മാത്രമേ ജനങ്ങൾ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് മറുപടി എന്താണ്? ചിന്താവാരികയാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, ചിന്താവാരികയും EMSുമാണ്. സാക്ഷാൽ ശിവൻകുട്ടിയും ഇടതുപക്ഷവുമാണ് ഞങ്ങൾക്ക് മാതൃക. ഭരണാനന്തരം ഇടതുപക്ഷമാണ് ഞങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധികൾ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കെപ്റ്റൻ അബയൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ തന്റെ ഇടമുണ്ടോ? അതില്ല. അതില്ല എന്ന് വെച്ചാൽ പറയുന്നു ഇനിയും നടപ്പിലാക്കുമെന്ന് ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പുറത്തുപോയ 10 KSU കുട്ടികളോട് പറ, നാളെ വിദ്യാഭ്യാസ ബന്ധം സമരവും മറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എടുത്ത ചാടല് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. KSUക്കാർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിൽ ബാക്കി എതിരായിട്ടുള്ള മലയാളികൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് അഭിനവ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം UDF കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾ എതിർക്കണം. ഇനി NEPയുടെ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NEP നടപ്പാക്കപ്പെട്ടിട്ടില്ല. എന്തിന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 12 വിഷയങ്ങളുടെ കാര്യം. അപ്പൊ ഈ NEP നടപ്പാക്കുന്നതിലുള്ള പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് എന്നൊക്കെ ഈ ജാർഗൺ പറയുന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് കൃത്യമായി എന്താണ് കാര്യങ്ങളെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ രണ്ട് മുന്നണികളും? അല്ല, അതിനെ സംബന്ധിച്ച് പ്രസക്തമായ ചില കാര്യങ്ങൾ അന്ന് തന്നെ അങ്ങ് തൊട്ടു മുമ്പുള്ള ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. അന്ന് തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നു എന്ത് സംഭവവികാസം ഉണ്ടായാലും കരിക്കുലത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല. അതോടൊപ്പം സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് സംസ്ഥാനത്തിനാണ് തെരഞ്ഞെടുക്കാൻ അവകാശം. ഈ 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇവിടെ ഇരിക്കുന്ന 2 പ്രതിനിധികൾ അത് കേട്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസ്സുകാരനായ നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ സകലമതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. തൊട്ടുമുമ്പ് 2025 ഈ താൽക്കാലിക ഒപ്പിടൽ സംഭവിച്ച സമയത്ത് നവംബർ 4 മരവിപ്പിന് തൊട്ടുമുമ്പ് എനിക്ക് തോന്നുന്നു യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, അന്ന് ഇത് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന പ്രതികരണം എന്ന് പറയുന്നത് നത്തിങ് ഈസ് മാൻഡേറ്ററി ഇൻ PM3 എന്നുള്ളതാണ്. കരിക്കുലം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും സ്റ്റേറ്റ് സബ്ജക്ട് ആണ് എന്നതിനെ അടിവരയിട്ടുകൊണ്ടാണ് അന്നത്തെ കേന്ദ്ര സർക്കാരിലെ വകുപ്പ് ചുമതലയുണ്ടായിരുന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ആ പ്രതികരണം പോലും ഓർമ്മയില്ലാഞ്ഞിട്ടാണോ ഇന്ന് മുഖ്യമന്ത്രി വന്ന് പറയുന്നത് കരിക്കുലം ഞങ്ങൾ നോക്കും, സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ നോക്കും, ഇല്ലേ? എന്ന് വെച്ചാൽ എന്താണെന്ന് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ ഈ പറയുന്നത് പോലെ സാധാരണ ലളിതയുക്തിയുള്ള മലയാളികൾക്ക് ബോധ്യപ്പെടുക. ആ ബോധ്യപ്പെടൽ വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്ന 2 UDF നേതാക്കന്മാർക്ക് ഇപ്പോഴും ഞങ്ങൾ കടലിൽ തന്നെ താക്കുമെന്നും അറബിക്കടലിൽ കത്തിച്ചു കളയുമെന്നും ഒക്കെ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഈ 2 നേതാക്കന്മാരുടെയും വിദ്യാർത്ഥി സംഘടനകൾ MSFും KSUവും എന്തേ നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങൾക്കും പബ്ലിക്കിനും ഞങ്ങൾ ഇടതുപക്ഷക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ക്ലാസ് നടത്തുന്നതിന് മുമ്പ്
സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഓഫീസിലിരിക്കുന്ന MSF-കാരെയും KSU-കാരെയും ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കണം. പിന്നെ ഒരു ഒറ്റക്കാരിയുടെ BJP-യുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറഞ്ഞു, നിലപാടാണോ പണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നതാണോ നിലപാട് എന്നൊക്കെയുള്ളത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഡൽഹിയിലാണെന്നുള്ളതാണ്. ആങ്കർ പറഞ്ഞാൽ മതി. ഞാൻ മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഏത് ജില്ലയിലാണ് ഇരിക്കുന്നത് ആങ്കർ സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. BJP-യുടെ പ്രതിനിധി നിലപാട് പണത്തിന് മുമ്പിൽ പണം വെക്കാനുള്ളതാണോ അല്ലെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരവും സത്യസന്ധമായ അഭിപ്രായം. പക്ഷേ BJP-യുടെ പ്രതിനിധി അല്പനാളുകൾക്ക് മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ മാന്യനായ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളും വന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രതികരണമുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് against the center with respect to devolution of state share of taxes. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിഭജിക്കുന്നതിനെ സംബന്ധിച്ച് തെറ്റായ സമീപനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി നിലപാടുകൾക്ക് മുമ്പിൽ മുട്ടിലിറങ്ങിയ ഒരാളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങയുടെ നേതാവാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോ നിലപാട് പണത്തിന് മുമ്പിൽ കീഴടക്കാനുള്ളതല്ല എന്ന് സമയം കിട്ടുമ്പോ, അങ്ങേക്ക് ഇപ്പൊ പ്രധാനമന്ത്രിയായി ഉപദേശിക്കാൻ കരുത്തുണ്ടാവില്ല, എന്നാലും വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ പ്രധാനമന്ത്രികളെ അയലത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വിട്ടാലും മതി. ഇങ്ങനെ പണത്തിന്റെ പേരിൽ നിലപാട് പണയം വെക്കാനുള്ളതല്ല എന്ന് RSS-കാരനായി അങ്ങേക്ക് നിർബന്ധമായി അദ്ദേഹത്തോട് ഉപദേശിക്കാൻ കഴിയും. നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും ഇനി ചർച്ച ചെയ്ത് പോകാനുള്ള സമയം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.